ചെയ്തു. പാണ്ഡു ഒരേ സമയം 2 വിവാഹം കഴിച്ചു. കുന്തി ഭോജന്റെ മകളായ കുന്തി ദേവിയും മാതൃരാജാവിന്റെ മകളായ മാതൃയും. ഇനി ഇവർക്ക് ജനിക്കുന്ന പുത്രന്മാരാണ് ചന്ദ്രവംശം നിലനിർത്തേണ്ടത്. അതോർത്തപ്പോൾ റാണിമാരുടെ മത്സരമായി. സത്യം പറഞ്ഞാൽ ആദ്യം ഗർഭം ധരിച്ചത് ഗാന്ധാരി തന്നെയായിരുന്നു. പക്ഷേ ഗാന്ധാരിക്കൊരു പേടി തോന്നി. ഇനി മാതൃയോ കുന്തിയോ എന്നേക്കാൾ മുമ്പ് പ്രസവിക്കുമോ? ആ ചിന്ത മനസ്സിനെ അലട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് വയലിന്റെ മർമ്മം നോക്കി ഒരു 5-6 ഇടിയും കൊടുത്തു. പ്രസവം നടന്ന കുട്ടിയല്ല, ഒരു മാംസം. ഇതെന്ത് ചെയ്യണമെന്ന് എന്താണെന്ന് നിൽക്കുമ്പോൾ വ്യാസഭഗവാൻ എത്തുന്നു. ഗുരു, എനിക്ക് തെറ്റുപറ്റി. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മകളെ, നീ വിഷമിക്കാതിരിക്കൂ. നീ ഈ മാംസകഷ്ണങ്ങൾ 100 സ്വർണ്ണ കലശങ്ങളിൽ കെട്ടിവെക്കൂ. അത് ഉത്തമന്മാരായ 100 പുത്രന്മാരായി രൂപാന്തരം പ്രാപിക്കും. അത് കേട്ടപ്പോൾ ഗാന്ധാരി ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ തന്നെ ആ മാംസകഷ്ണങ്ങൾ ചെറുതായി കൊത്തിനുറുക്കി 100 സ്വർണ്ണ കലശങ്ങളിൽ കെട്ടിവെച്ചു. ഒരൽപ്പം ബാക്കിയുണ്ട്, അതും കളഞ്ഞില്ല. അതും ഒരു കലശത്തിൽ കെട്ടിവെച്ചു. അങ്ങനെ 101 കുടങ്ങളിലെ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ അന്ന് എന്താണെന്ന് മിണ്ടാത്തത്? ഗാന്ധാരിയാണ് ആദ്യം പ്രസവിക്കുന്നതെങ്കിൽ ആ കുട്ടിയായിരിക്കും ഹസ്തിനപുരിയുടെ ഭരണാധിപൻ. നമ്മൾ വെറും ദാസന്മാർ. എന്താണെന്ന് മിണ്ടാതിരിക്കുന്നത്? പറയൂ. കുന്തിയുടെയും മാതൃയുടെയും പരിദേവനങ്ങളാണ്. ഇനി ഈ സത്യം ഇവരോട് മറച്ചു വെക്കാൻ സാധ്യമല്ല. പാണ്ഡു 2 പേരെയും അടുത്ത് വിളിച്ചു. കുന്തി, മാതൃ, അടുത്ത് വരൂ. എനിക്ക് നിങ്ങൾ കാര്യം പറയുവാനുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ, വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നമ്മൾ പോയത് വനഭംഗി ആസ്വദിക്കാനാണ്. മധുവിന്റെ മാധവലഹരിയിൽ സ്വയം മറന്നുപോയ ഞാൻ നമ്മെ പോലെ സല്ലപിക്കുന്ന 2 മാനുകളെ കണ്ടുമുട്ടി. പെട്ടെന്നുള്ള വികാരത്താൽ ഞാൻ അതിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. അപ്പോഴാണ് ആ മാൻ യഥാർത്ഥത്തിൽ ഒരു മുനികുമാരനാണെന്ന് മനസ്സിലായത്. ആ മുനികുമാരൻ എന്നെ ശപിച്ചു. എന്റെ സ്വയം സല്ലാപത്തിന് വിഘ്നം വരുത്തിയ നീ ഏതൊരു സ്ത്രീയെ സ്പർശിക്കുന്നുവോ ആ നിമിഷം മരിച്ചു വീഴുമെന്ന്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിന്റെ ദുരവസ്ഥയറിഞ്ഞപ്പോൾ മാതൃക്കും കുന്തിക്കും അടക്കാനാവാത്ത ദുഃഖം. കുന്തി പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഇതിനൊരു പരിഹാര മാർഗമുണ്ട്. എന്താണ് പ്രിയ ആ മാർഗങ്ങൾ? പറയൂ, എന്താണ്? പ്രാണപ്രിയൻ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണോ നീ ഇത്രയും കാലം കഴിഞ്ഞത്? നീ ആ വരങ്ങൾ അനർത്ഥമാക്കൂ. ആ കുടത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കൗരവർ പുറത്തു വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ വരങ്ങൾ അനർത്ഥമാക്കൂ. മിടുക്കന്മാരായ കണ്ണുകളെ ചന്ദ്രവംശത്തിന് കാഴ്ചവെക്കൂ. കർത്താവിന്റെ അനുമതി ലഭിച്ചപ്പോൾ കുന്തി അപ്പോൾ തന്നെ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചു. അവർക്ക് 3 പുത്രന്മാർ ജനിച്ചു. ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. മാതൃക്കും ആ ഉപദേശം. മാതൃ അശ്വരി ദേവന്മാരെ പ്രീതിപ്പെടുത്തി 2 മക്കൾ ജനിച്ചു, നകുലനും സഹദേവനും. അങ്ങനെ പാണ്ഡവന് പ്രസിദ്ധന്മാരായ 5 പുത്രന്മാർ ജനിച്ചപ്പോൾ പുത്രന്മാരുടെ ഒരു
സന്തോഷമായിരുന്നു. അങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ആ കുട്ടികൾ അധികം വൈകാതെ അവർ ബദ്ധവൈരികളായി തീർന്നു. ആ 106 കുട്ടികളും ശത്രുക്കളായി മാറിയിരിക്കുന്നു. അവരുടെ കുറ്റങ്ങളെല്ലാം സംഭവിച്ചത് ആ കുട്ടികളെല്ലാം ഉത്തരവാദികൾ. അമ്മയുടെ ശാപത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. അന്നവൾ ഭീഷ്മന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നർത്ഥമാകാൻ പോകുന്നു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള മത്സരം ഒരു ക്ഷേത്രയുദ്ധത്തിൽ ചെന്നെത്തിയപ്പോൾ അമ്മയ്ക്ക് തന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുവാൻ വ്യഗ്രതയായി. പക്ഷേ നേരിട്ടതിന് കഴിയില്ല. അന്ന് സുബ്രഹ്മണ്യ ഭഗവാൻ സമ്മാനിച്ച മാലയുമായി അവളതാ ഓരോ രാജാക്കന്മാരെയും കണ്ടുകഴിഞ്ഞു. നിരാശയായ അമ്പ ദ്രുപദ രാജാവിന്റെ സന്നിധിയിലെത്തി അദ്ദേഹത്തെ മുഖം കാണിച്ചു. മഹാരാജൻ, ഞാൻ ഒരു അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പറയൂ, എന്താണ് നിന്റെ അപേക്ഷ? നീ ആരാണ്? ഞാൻ കാശിരാജപുത്രിയായ അമ്പയാണ്. എന്താണ് നിന്റെ അപേക്ഷ? അജാതശത്രുവിന്റെ മുഖത്തേക്ക് അധർമ്മവും വികാരവുമായി കഴിയുന്ന ഭീഷ്മരെ അറിയില്ലേ എനിക്ക്? അയാളെ അരിഞ്ഞു വീഴ്ത്തണം. ഭീഷ്മരെ വധിക്കുവാനോ? ഒരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾ മറ്റേതെങ്കിലും രാജാവിനെ സമീപിക്കൂ. ദ്രുപദ രാജാവേ, ഞാൻ എല്ലാ രാജാക്കന്മാരെയും കണ്ടുകഴിഞ്ഞു. ഭീഷ്മരെന്ന് കേൾക്കുമ്പോൾ പേടിച്ചു വിറക്കുന്നവർ. മഹാരാജൻ, ഈ മാല കണ്ടോ? വർഷങ്ങളായി ഞാൻ തപസ് ചെയ്ത് സുബ്രഹ്മണ്യ ഭഗവാനിൽ നിന്നും നേടിയ ദിവ്യശക്തിയുള്ള മാലയാണ്. ഈ മാല ധരിക്കുന്നവർക്ക് ഭീഷ്മരെ നിഷ്പ്രയാസം വധിക്കാം. നമ്മുടെ ആഗ്രഹം നാം അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ വേറെ ഏതെങ്കിലും രാജാവിനെ സമീപിക്കൂ. സങ്കടവും ദേഷ്യവും കൈകൊണ്ടാമ്പ ദിവ്യശക്തിയുള്ള മാല ദ്രുപദന്റെ സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ദ്രുപദ രാജാവേ, അമ്പ ഭീഷ്മരെ ഭയപ്പെടുന്നില്ല. ആ ദുഷ്ടനെ നശിപ്പിക്കാതെ എനിക്ക് വിശ്രമമില്ല. അതാ നിരാശയായ അമ്പ. ഇനി എന്താണ്? എല്ലാ പ്രതീക്ഷകളും തകർന്നടിയുന്നു. ഇനി എന്താണ് അടുത്ത മാർഗം? പെട്ടെന്ന് അവളുടെ ബുദ്ധി തെളിഞ്ഞു. പരശുരാമൻ, ഭീഷ്മരുടെ ഗുരുവായ പരശുരാമൻ. അമ്പ പരശുരാമന്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമ, ഭാർഗവരാമ, ഭാർഗവരാമ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ ആരാണ് മകളെ? എന്താണ് നിന്റെ സങ്കടം? അമ്പ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് നടന്നത് മുതലുള്ള കഥകൾ ഭാർഗവരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. സ്വയംവര മണ്ഡപത്തിൽ വെച്ച് നടന്നത് മുതലുള്ള കഥകൾ പരശുരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. പരശുരാമന്റെ ആത്മാഭിമാനം സടകുടഞ്ഞു. മകളെ, നീ വിഷമിക്കാതിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഹസ്തിനപുരിയിലേക്ക് പോയി വരാം. ഞാൻ വരുന്നത് വരെ നീ പർണശാലയിൽ താമസിച്ചുകൊള്ളൂ. പരശുരാമൻ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു.
കഴിഞ്ഞു. അമ്പ ആലോചിക്കുകയാണ്, പരശുരാമനാണ് നിസ്സാരക്കാരനല്ല, എന്ത് മാർഗം ഉപയോഗിച്ചും തന്റെ ആഗ്രഹം നിറവേറ്റും. അമ്പ പരശുരാമൻ വരുന്നതും കാത്ത് ആ പർണശാലയിൽ കഴിഞ്ഞുകൂടുന്നു. അവസാനം ഭാർഗവരാമൻ തിരിച്ചെത്തി. അമ്പ ഓടിച്ചെന്നു, രാമ, ഭാർഗവരാമ, ഭീഷ്മർ സമ്മതിച്ചില്ലേ? എന്നാണ് ഞാൻ ഹസ്തിനപുരിയിലേക്ക് ചെല്ലേണ്ടത്? പറയൂ, എന്നാണ് ഞാൻ ഹസ്തിനപുരിയിലേക്ക് ചെല്ലേണ്ടത്? എന്താണെന്ന് മിണ്ടാതെ നിൽക്കുന്നത്? ഭീഷ്മരെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവനോട് പലതും പറഞ്ഞു നിർത്തി. പക്ഷേ ഭീഷ്മരെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അവസാനം അവനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. 28 ദിവസം നീണ്ടുനിന്ന ഘോര യുദ്ധം. ഭീഷ്മരെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല മകളെ, എനിക്ക് കഴിഞ്ഞില്ല. എന്ത്? മഹാവിഷ്ണുവിന്റെ അവതാരമായ അങ്ങേക്ക് പോലും ഭീഷ്മരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നോ? അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വഴിയുണ്ട് മകളെ, വഴിയുണ്ട്. നീ വിഷമിക്കാതിരിക്കൂ. നിന്റെ ഈ ജന്മത്തിൽ നിനക്ക് ഭീഷ്മരെ വധിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ പുനർജനിക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് കഠിനമായ ഒരു തപസ് ചെയ്യണം. ഭാർഗവരാമ, ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. എനിക്ക് ഭീഷ്മരെ വധിക്കുവാൻ സാധിച്ചാൽ മാത്രം മതി. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. പരശുരാമന്റെ അനുഗ്രഹം നേടിയ അമ്പ പുനർജനിക്കുവാനായിട്ടതാ തപസ് ആരംഭിച്ചു കഴിഞ്ഞു. പുനർജനിക്കുവാനായിട്ട് ഉയർന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അല്പസമയം ഇവരുടെ പാട്ടുകൾ നിങ്ങളെ കേൾപ്പിക്കും. അതിനുശേഷം കഥ തുടരാം.